ത്തേക്ക് എന്താണ് പുതിയ സെറ്റ് ഓഫ് കുറേ അറിവും കാര്യവും ആൾക്കാരും ഒക്കെയാണ് കിട്ടുന്നത്. Schools and educational institutions are important agents of socialization. They provide learning situations and environment to the child which impart discipline and inculcate certain qualities. അതായത് സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് സ്കൂൾ എന്ന് പറയുന്നത്. അവരുടെ അച്ചടക്കം, കൃത്യമായ രീതിയിൽ ലൈഫ് കൊണ്ടുപോകാനുള്ളൊരു ട്രെയിനിങ്, ഈ സാധനങ്ങൾ, അതുപോലെ തന്നെ ക്വാളിറ്റീസ്, ജീവിതത്തിൽ കുറേ നല്ല മൂല്യങ്ങൾ, സത്യസന്ധത, അല്ലെ ഷെയർ ചെയ്യുക, സഹകരണ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത്? സ്കൂളിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. ദിസ് വേ ഹി ലേൺസ് ടു ഡിസ്കവർ ഹിസ് ഓൺ നീഡ്സ് ആൻഡ് നീഡ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഹി ലേൺസ് ടു കൺഫേം ടു ദ നോംസ് സെറ്റ് ബൈ ദ സ്കൂൾസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്കൂളും കുറേ നിയമങ്ങൾ വെക്കുമല്ലേ, ഇത്ര ടൈമിൽ വരണം, ഇന്ന ഡ്രസ്സ് ധരിക്കണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഉപദ്രവിക്കാൻ പാടില്ല, ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം, അച്ചടക്കം പാലിക്കണം. ഇതൊക്കെ നമ്മളെ ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. നമ്മുടെ മുഴുവൻ ലൈഫിലേക്കുള്ള വലിയ വാല്യുബിൾ സാധനങ്ങളായിട്ടാണ് സ്കൂളൊക്കെ ഈ രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ചെറിയ കാര്യങ്ങളായി നമുക്ക് തോന്നുമെങ്കിലും രാവിലെ എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് സ്കൂളിൽ എത്തണം എന്ന് പറയുമ്പോൾ 9 മണിക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു 10-15 കൊല്ലം സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. നമ്മൾ ഒരു സ്ഥലത്ത് കൃത്യസമയത്ത് എത്തുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അത് ആ രീതിയിൽ ഒരു സൊസൈറ്റിയിലെ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നു. എല്ലാവരും കൃത്യസമയത്ത് ജോലിക്കും സ്കൂളിലും എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തുന്നു എന്നുള്ളത് കൊണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. Education plays an important role in the development of human behavior. After family, it is the classroom, the peer group and the teachers who exercise influence of a child. വീടിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കാൻ പറ്റിയ ഇമ്പാക്റ്റിന് ശേഷം ആ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് സ്കൂളിലെ ടീച്ചേഴ്സിനും കൂടെയുള്ള ഫ്രണ്ട്സിനുമാണ്. Education gives moral, intellectual and social insight to the individual. It links one to one's heritage and sets perspective before him. കുറേ നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കാനും അതുപോലെ തന്നെ സൊസൈറ്റിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാനും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, നോളജ് റിലേറ്റഡ് ആണെങ്കിലും സോഷ്യൽ റിലേറ്റഡ് ആണെങ്കിലും എല്ലാം പഠിപ്പിക്കാനുള്ള ഒരു സ്പേസാണ് എന്ത് സ്കൂള് ഒരു കുട്ടിക്ക് നൽകുന്നത്. The norms rooted in this institution provide standard of behavior and are regularity in character. They condition our social action. Violation of the norms may lead to social ridicule, boycott and even more severe punishment. ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പണിഷ്മെന്റ് കൊടുത്തു തുടങ്ങുമ്പോൾ എന്താ പറ്റുക? നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, തെറ്റിക്കാനുള്ളതല്ല എന്നുള്ളൊരു ബോധം പതുക്കെ കുട്ടിയുടെ മൈൻഡിലോട്ട് വന്നു തുടങ്ങും. അടുത്ത എന്താണ്? സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്താണ്? 4ാമത്തേതാണ് നമ്മളെ സൊസൈറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. വി ലിവ് ഇൻ സൊസൈറ്റി. ഓൾ അവർ ആക്ഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ ഗവേൺഡ് ബൈ ഡിഫറെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ സൊസൈറ്റിക്ക്, സമൂഹത്തിന് കുറേ നിയമങ്ങളും കാര്യമുണ്ടല്ലേ. നമ്മൾ വീട്, നമ്മുടെ ചുറ്റുപാട്, അയൽവക്കവും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞ് നമ്മളെ സൊസൈറ്റിയിലോട്ടങ്ങ് ഇറങ്ങുകയാണ്. സൊസൈറ്റി സ്കൂളിൽ പോകുമ്പം തന്നെ നമ്മൾ സൊസൈറ്റിയായിട്ട് ഇൻട്രാക്ഷൻ വന്നു തുടങ്ങും. സൊസൈറ്റിക്ക് അപ്പോൾ കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം സൊസൈറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. No one can act independently with complete disregard to society and social patterns of life. സൊസൈറ്റിയിലെ ഒരു നിയമങ്ങളും നോക്കുന്നില്ല. എനിക്ക് ഇതൊക്കെ പുല്ല് വിലയാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ എപ്പോഴും ആൾക്കാർക്ക് പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ പറ്റും. പക്ഷെ എന്നാലും ഒരു പരിധി വരെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. The action and behavior should commensurate with tradition, customs and norms and values prescribed by the society. ആ സമൂഹത്തിൽ ഉള്ള കുറേ അധികം കാര്യങ്ങൾക്ക് നമ്മൾ എന്തായാലും റെസ്പെക്റ്റ് കൊടുത്തേ മതിയാവും. മൂല്യങ്ങളാവാം, സംസ്കാരമാവാം, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ആവാം. ഇഫ് ഇൻഡിവിജ്വൽസ് ലിവിങ് ഇൻ എ സൊസൈറ്റി ഫോളോ ദ നോംസ് ആസ് പെർ applicable and act strictly in accordance with what they are rewarded, else they are punished for their deviant behavior. അതായത് ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ആ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് അവർ സൊസൈറ്റി പറയുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ സൊസൈറ്റി കുറേ റിവാർഡ്സ് കൊടുക്കും. നല്ല നിലയും വിലയും ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതൊക്കെ തെറ്റിച്ച് ഇതൊന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ, സൊസൈറ്റി പറയുന്നതിനെതിരെ അതിനൊരു വിലയും കൊടുക്കാതെ ഇതൊന്നും കേൾക്കാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് പറ്റുക? ആ സൊസൈറ്റി അതിനനുസരിച്ചുള്ള പണിഷ്മെൻറ്റും കൊടുക്കും. അതാണ് നമ്മുടെ 5ാമത്തെ ഏജൻറ്റ് ഓഫ് എന്ത് പറയണ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. അതായത്
നമ്മൾ എന്താണോ സൊസൈറ്റിക്ക് ആവശ്യം ആ രീതിയിൽ ഇടപഴകുകയും നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റി അതിനനുസരിച്ച് നമുക്ക് തിരിച്ചും റിവാർഡ്സ് തരും. റിവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സമ്മാനങ്ങളല്ല കേട്ടോ, നമുക്ക് കിട്ടുന്ന നിലയായിരിക്കാം, വിലയായിരിക്കാം, സൊസൈറ്റിയിലുള്ള ഒരു പൊസിഷൻ ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. നേരെ മറിച്ച് നിന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും കിട്ടും. The process of socialization also involved reward and punishment. Reward and punishment operate as important agents of socialization. ഈ 5 ഏജൻസ് നമ്മൾ പഠിച്ചു. വീട്, ചുറ്റുപാട് അഥവാ അയൽവക്കം, നമ്മളത് കഴിഞ്ഞ് സൊസൈറ്റി പഠിച്ചു, സ്കൂള് പഠിച്ചു. 5ാമത്തേത് റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്. അതെപ്പോഴും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഏജൻ്റ് ആണ് ഈ സോഷ്യലൈസേഷൻ്റെ കാര്യത്തിൽ. ഇൻ ദർ ഓപ്പറേഷൻ ദർ ഇസ് എ ബേസിക് ഡിഫറൻസ് ആൻഡ് ദേ സെർവ് ഡിഫറെൻറ്റ് പേർപ്പസ്. ബാക്കി 4 അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമായ ഒരു പേർപ്പസ് ആണ് ഈ കാര്യത്തിൽ ഇവർ സെർവ് ചെയ്യണത്. എന്താണ്? Man is a cultured animal and communicates largely through symbols. If possible, human beings are likely to use symbolic sanction, resorting to other type of sanction only if the symbolic approach fails. Spoiling to the rod at first may serve a better purpose than using it. Similarly, an appreciative smile at times serve purposes more than the reward. അതായത് ചിലപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കി ഒരാൾ ചിരിക്കുകയാണ്, നല്ലൊരു രീതിയിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ നന്ദി എന്ന് പറയാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ രാവിലെ പോകുമ്പം ഒരാൾക്കൊരു സഹായം ചെയ്തു, അയാൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു താങ്ക് യു എന്ന് പറഞ്ഞ് പോവാണ്. അത് വളരെ വലിയൊരു റിവാർഡായിരിക്കും നമുക്ക്. നമ്മുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. നേരെ പറിച്ച് നമ്മൾ ആരോടെങ്കിലും ദ്രോഹം കാണിക്കുമ്പോൾ റോട്ടിൽ കൂടെ പോവാണ്, നമ്മൾ റോങ് സൈഡിൽ വണ്ടി കയറ്റി, സൊസൈറ്റി എന്താ പറയണേ, ട്രാഫിക് റൂൾസ് പാലിക്കണം, നമ്മൾ കേൾക്കാൻ റെഡിയല്ല, നമ്മൾ റോങ് സൈഡിൽ കൂടെ വണ്ടി എടുത്തു, നാട്ടുകാർ നമ്മളെ തെറി വിളിച്ചു, പണിഷ്മെൻ്റ് അല്ലേ? തെറ്റിക്കുമ്പോൾ പണിഷ്മെൻറ്റ് കിട്ടും, കൃത്യമായി ചെയ്താൽ റിവാർഡും കിട്ടും. റിവാർഡ് വലിയ റിവാർഡായിരിക്കില്ല, പക്ഷേ ഒരാളുടെ ഒരു ചെറിയ ചിരിയായിരിക്കാം, ഒരു നല്ല ഒരു താങ്ക് യു ആവാം, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് ആയിരിക്കാം. ഇതൊക്കെ നല്ല റിവാർഡുകളാണ്. ഒരു കുട്ടി തെറ്റായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അച്ഛൻ വടിയെടുക്കുമ്പോഴേ കുട്ടി ചിലപ്പോൾ ശരിയാവും അല്ലേ? വടിയെടുക്കുന്ന കണ്ടാലറിയാം പണിഷ്മെൻറ്റ് കിട്ടാൻ പോവുകയാണെന്ന്. അപ്പം ഈ പണിഷ്മെൻറ്റും റിവാർഡ്സിനും അങ്ങനെ വലിയ റോള് ഈ ഒരു കാര്യത്തിൽ ഉണ്ട്. Punishment is used mostly as a principal form of social control and against to disturb those order. Reward and punishment both have a role but variant and different. Punishment എന്തിനാണ് മെയിനായിട്ട്? നമുക്കാരെയും ദ്രോഹിക്കണം എന്നൊന്നുമില്ല, പക്ഷേ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞ് പേടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. പണിഷ്മെൻ്റ് ഇല്ലെങ്കിൽ എന്താ, നിയമം ഒരു നാട്ടിലില്ലെങ്കിൽ എന്താ, ആൾക്കാർക്ക് തോന്നിയ പോലെ ജീവിക്കില്ല, ആൾക്കാർ കണ്ടവരെ കൊല്ലാം, വെട്ടാം, എന്തും ചെയ്യാം. നിയമങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്ക് തിരിച്ച് പണി കിട്ടുന്നുള്ളത് കൊണ്ടുമാണ് ആൾക്കാർ അതിനനുസരിച്ചും കൂടെ ജീവിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഡയഗ്രമാണിത്. അതായത് സൊസൈറ്റി ഇവിടെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, സൊസൈറ്റിനെ കുറിച്ചിട്ടുള്ള കുറേ സാംസ്കാരികപരമായിട്ടുള്ള പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഏജൻസ് വരും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആരൊക്കെ? നമ്മളിവിടെ ഉണ്ട്. നമ്മളെ ആരൊക്കെയാണ് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യണേ? ഫാമിലി, നമ്മൾ പറഞ്ഞ പോലെ സ്കൂള്, നമ്മുടെ പിയർ ഗ്രൂപ്പ്, അതായത് ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബർഹുഡ്, ആരാണ്? നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാർ, ലീഗൽ ആൻഡ് പബ്ലിക് അതോറിറ്റി മെയിനായിട്ട് ലാർജ് ഫോംസ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ആൾക്കാർ, നിയമങ്ങളും കാര്യങ്ങളും. അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു, ഇതേപോലെ അടുത്ത ജനറേഷന് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഈ ഡയഗ്രം ക്ലിയർ അല്ലേ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് 5 ഏജൻസിനെയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡയഗ്രം. ഈ ഡയഗ്രം ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഡയഗ്രം വരച്ച് വെക്കാൻ പറ്റിയാൽ നന്നായിട്ട് പെട്ടെന്ന് മാർക്ക് കിട്ടും. അപ്പോൾ ഈസിയാണ്. സൊസൈറ്റീനെ വരയ്ക്കുക, കസ്റ്റംസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, നോംസ് ഉണ്ട്, സൊസൈറ്റിയിൽ എഴുതുക. പിന്നെ 5 ഏജൻസീസ് ഉണ്ട്, ഏജൻസീസ് ഏതൊക്കെയാണെന്ന് എഴുതുക. ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് ടു നെക്സ്റ്റ് ജനറേഷൻ. സിമ്പിളാണ് ആക്ച്വലി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബേസിക് എലമെന്റ് ഓഫ് സോഷ്യലൈസേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റുക എന്നുള്ളത് സോഷ്യലൈസേഷൻ്റെ ആദ്യത്തെ കാര്യമാണ്. ഒരാളോട് ഇടപഴകുമ്പോൾ നമ്മൾ ആദ്യം പോയി അയാളോട് സംസാരിക്കുകയാണല്ലേ ചെയ്യുക. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. ഇറ്റ് ഈസ് ടു ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ദാറ്റ് എ ചൈൽഡ് ലേൺസ് ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ടു അതേഴ്സ്. സംസാരിക്കാൻ പഠിക്കുന്നിടത്താണ് ഒരു കുട്ടി തൻ്റെ ആവശ്യങ്ങളും തൻ്റെ ഇമോഷൻസും മാനസികാവസ്ഥയും ഒക്കെ പറയാൻ പഠിക്കുന്നത്. ജനിച്ചു വീണൊരു കുട്ടിക്ക് കരയുന്നതിൽ നിന്ന് നമ്മൾ ഊഹിക്കുന്നതാണ് വിശന്നിട്ട് കരയുന്നതായിരിക്കാന്ന്. ചിലപ്പോൾ കുട്ടി ഉറുമ്പ് പിടിച്ചിട്ടാണ് കരയുന്നെങ്കിലോ നമ്മൾ പിന്നെയും പാല് കൊടുത്താൽ ശരിയാവോ? അപ്പം കൃത്യമായി സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നതെന്നും കുട്ടിക്ക് എന്താ വേണ്ടത് എന്നുള്ളതും നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. ഓവർ ടൈം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇതുകൊണ്ടായിരിക്കാം എന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം.
അപ്പോൾ അതിനപ്പുറത്തേക്ക് ആ കുട്ടി തന്നെ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്നും കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നും പറയണമെങ്കിൽ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റണം. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ലേണിംഗ് ഓക്വേഴ്സ്. അതായത് സംസാരിച്ച് തുടങ്ങുന്ന ആ പോയിന്റിൽ നിന്നാണ് പഠിക്കാൻ കൂടെ കൃത്യമായി പറ്റുന്നത്. ഇതെന്താണ് അല്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും പറയുന്നത് തിരുത്തി കൊടുക്കാനും നമുക്ക് പറ്റണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കണം. ഓക്കെ അല്ലേ? റോൾ ഐഡന്റിഫിക്കേഷൻ ആൻഡ് റോൾ പെർഫോമൻസ് ആർ ദി അതർ എലമെന്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ. ഞാൻ ആരാണ്, ആരുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരാണ്, അതിൽ ഞാൻ എന്താണ് ചെയ്യണ്ടേ, റോൾ ഐഡന്റിഫിക്കേഷനും റോൾ പെർഫോമൻസും, ഇതാണ് അടുത്ത എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കുട്ടി മനസ്സിലാക്കുകയാണ്, കുട്ടി വളരുമ്പം എനിക്കൊരു ചേട്ടനുണ്ട്, അപ്പം ഞാനൊരു അനിയൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, ഞാനൊരു മകൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, ഞാനൊരു കൊച്ചുമകൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം. ഈ സാധനം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ എലമെന്റ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. അതായത് കുട്ടി ഇപ്പം അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒരു ബഹുമാനത്തിലായിരിക്കും. അത് ഓവർ ടൈം മനസ്സിലായി വരുന്നതാണ്. അമ്മ അച്ഛൻ പറഞ്ഞാൽ കേൾക്കണം എന്നുള്ളൊരു സാധനം കുട്ടിക്ക് മനസ്സിലായി വരും. പക്ഷേ കുട്ടിക്കൊരു അനിയൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നിൽക്കില്ല. അനിയൻ്റെ അടുത്ത് ബഹുമാനം കാണിക്കില്ല. അപ്പോൾ കുട്ടിക്ക് റോൾ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായി തുടങ്ങി. ഇവരുടെ അടുത്ത് ബഹുമാനം കാണിക്കണം, കാരണം ഞാൻ ഇവിടെ മകനാണ്, എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ എന്താ തല്ലുകൂടാം, കുഴപ്പമില്ല. റോൾ പെർഫോമൻസും ബഹുമാനം കൊടുക്കണ്ട, ഇവിടെ കൊടുക്കണ്ട. സ്കൂളിൽ പോകുമ്പം ടീച്ചറാണ്, ബഹുമാനിക്കണം. കൂട്ടുകാരുടെ അടുത്ത് ബഹുമാനമല്ല, ഈക്വാലിറ്റി ആണ്, എനിക്ക് തല്ലുകൂടാനുള്ള സ്പേസ് ഉണ്ട്. ആ സാധനം ഞാൻ ആരുടെയൊക്കെ അടുത്ത് എന്താണ്, എങ്ങനെ പെരുമാറാം എന്നുള്ള സാധനം കുട്ടിക്ക് മനസ്സിലായി തുടങ്ങുന്നതും ഒരു സോഷ്യലൈസേഷൻ എലമെന്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? റോൾ ഐഡന്റിഫിക്കേഷനും റോൾ പെർഫോമൻസും. ക്ലിയർ അല്ലേ? Socialization enables the child to perform certain social roles effectively. Thus, it influences the social behavior of the child to perform his roles in consonance with the approved social norms and values laid down by the society. ഇതിലൂടെയൊക്കെ കുട്ടിക്ക് എന്ത് പറ്റും? സൊസൈറ്റി പറയുന്ന രീതിയിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരോട് പെരുമാറാനും പറ്റും. കൾച്ചർ ഈസ് എൻ എലമെന്റ് ഓഫ് സോഷ്യലൈസേഷൻ. അടുത്തെന്താണ്? സംസ്കാരം. നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മൾ കൈമാറി വരുന്ന പാരമ്പര്യം, ഇതൊക്കെ എന്താണ്? നമ്മുടെ സോഷ്യലൈസേഷൻ്റെ എലമെന്റ് ആണ്. ഇത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു കാര്യമാണ്. An organized society is built up by means of social organization and is transmitted from one generation to another by the process of learning. ഇങ്ങനെ പഠിപ്പിച്ച് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൈമാറി വരികയാണ്. The values of a society and the ways of doing and thinking that are considered right and proper are learned by the young child. Socialization constitutes this learning process. അപ്പോൾ നമ്മളെ മൂത്ത ആൾക്കാരും നമ്മുടെ പഴയ തലമുറയിലെ ആൾക്കാരായാലും നമ്മുടെ അച്ഛനായാലും അമ്മയായാലും നമ്മുടെ മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും ഒക്കെ നമ്മളെ പഠിപ്പിക്കും. എന്ത്? ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന ഒരു ശീലം. അപ്പോൾ അതെന്താണ്? മുത്തശ്ശിയും പറയാം, നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുന്നതാണ്, വിളക്ക് കത്തിക്കണം, ഇന്ന കാര്യം ചെയ്യണം, നാമം ജപിക്കണം. ഇതൊക്കെ കുട്ടിക്ക് ഔട്ട് ഓഫ് നോവെയർ പുറത്തുനിന്ന് എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളും പോയിന്റ്സ് ഒക്കെ എന്താണ്? ഓവർ ടൈം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി കുട്ടിക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതൊക്കെ പഠിച്ചു? 4 എലമെന്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ റോൾ ഐഡന്റിഫിക്കേഷൻ ആൻഡ് റോൾ പെർഫോമൻസ് പഠിച്ചു. രണ്ടാമത്തെ നമ്മൾ കൾച്ചർ പഠിച്ചു. മൂന്നാമത്തെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. 4 എണ്ണം ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റോൾ ഓഫ് സോഷ്യലൈസേഷൻ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സോഷ്യലൈസേഷൻ എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ഇൻഫ്ലുവൻസോ ഇമ്പാക്റ്റോ ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് എ കോമൺ ബിലീഫ് ദാറ്റ് most of the personality traits are acquired by the child during the age of 3 to 8 years. അതായത് ഒരു കുട്ടി വളർന്ന് 3 വയസ്സിനും 8 വയസ്സിനും ഇടയിലാണ് സ്വഭാവ രൂപീകരണത്തിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ആ കുട്ടി ഉൾക്കൊള്ളുന്നത്, പഠിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പീരീഡ്. അതായത് ഒരു കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ അടിത്തറ പാകുന്ന ടൈമാണ് അപ്പോൾ ഈ 3 to 8 വയസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കാലയളവിനിടയിൽ കുട്ടീനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, കുട്ടീനെ എന്തൊക്കെ ബാധിക്കുന്നു, കുട്ടീനെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ് ദാറ്റ് ദ ചൈൽഡ് internalizes the affection and love, emotion and sentiments and the various role played during his growth by the mother, father and siblings. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛനാണേലും അമ്മയാണേലും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടി അകത്തോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഈ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്?
ഇന്റേണലൈസേഷൻ. അപ്പം ഇന്റേണലൈസേഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 3 to 8 years. ആൾക്കാരെങ്ങനെ പെരുമാറുന്നു, എന്നോടെങ്ങനെ പെരുമാറുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഇവരൊക്കെ എൻ്റെ ആരാണ്, എല്ലാ കാര്യങ്ങളും കുട്ടി ഇന്റേണലൈസ് ചെയ്യണ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീരീഡുകളിൽ ഒന്നാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. റോൾ ഈസ് സെറ്റ് ഓഫ് സോഷ്യലി എക്സ്പെക്റ്റഡ് ബിഹേവിയർ ആൻഡ് ഫോർ എവറി റോൾ ദർ ഇസ് എ കറസ്പോണ്ടിങ് സ്റ്റാറ്റസ് ആൻഡ് സെറ്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പം കുട്ടിക്ക് ഓരോ റോൾ ഉണ്ടാവും അല്ലേ, ഓരോരുത്തരുടെ അടുത്ത്. സ്കൂളിൽ പോകുമ്പം കുട്ടി എന്താണ്, ഒരു സ്റ്റുഡൻ്റ് ആണ്, അച്ഛൻ്റെ അടുത്തൊരു മകനാണ്, സിബ്ലിങ്ങിൻ്റെ അടുത്തൊരു ബ്രദറാണ്. അപ്പം ഓരോ റോളിലും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ കുട്ടി ഇങ്ങനെ പഠിച്ചു വരികയാണ്. The expressive role centered around affection and instrumental role organized around discipline and the provision of livelihood or earner of bread are internalized by the child in its role performance. കുറച്ചുകൂടെ എന്താണ്, വീട്ടുകാരുടെ അടുത്ത് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിരിക്കും അല്ലേ, നമുക്ക് നമ്മുടെ ഇമോഷൻസ് കാണിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ചുകൂടെ ഇൻസ്ട്രുമെൻ്റൽ ആയിരിക്കും. സ്റ്റുഡൻ്റ് ആയിരിക്കണം, അച്ചടക്കം വേണം, ഡിസിപ്ലിൻ വേണം, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, സ്കൂളിലാണെങ്കിൽ പഠിക്കേണ്ട രീതിയുണ്ട്. അപ്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൈഡും ആ കുട്ടിക്ക് ഉണ്ടാവും. അത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, പുറത്ത് ബാക്കിയുള്ള സൊസൈറ്റിയുടെ അടുത്ത് ഭയങ്കര ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള ഒരു സൈഡും ഉണ്ടാവും. ഇൻ കോഴ്സ് ഓഫ് ഗെയിംസ് ദ ബോയ് പ്ലേസ് ദ റോൾ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ഹാവിംഗ് എ ജോബ് വിച്ച് ടേക്ക് ഹിംസ് ടു വർക്ക് ഇൻ ദ morning and returns to home in the evening as his father does. Similarly, a girl performs the role of his mother. ഈ നമ്മൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ പണ്ട് ചെയ്യില്ലായിരുന്നോ, നമുക്ക് ചോറുണ്ടാക്കി കളിക്കാം, അല്ലെങ്കിൽ വീട്ട് ഉണ്ടാക്കി കളിക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആൺപിള്ളേർ എന്ത് ചെയ്യും, ഞാൻ രാവിലെ ജോലിക്ക് പോകാന്ന് പറഞ്ഞ് നമ്മൾ കളിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ റോള് പോലെ, അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്ന പോലെ നമ്മളിങ്ങനെ രാവിലെ പോവും. പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന അമ്മമാരുടെ കുട്ടികളാണ്, ഞാൻ അപ്പോഴത്തേക്ക് ചോറുണ്ടാക്കാന്ന്. നമ്മളെല്ലാവരും പണ്ട് കളിക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ ആരെയായിരിക്കും മൈൻഡിൽ വയ്ക്കുക, നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ അമ്മേനെ ആയിരിക്കും മൈൻഡിൽ വയ്ക്കുക, ആൺകുട്ടികളാണെങ്കിൽ അച്ഛനെ ആയിരിക്കും മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ കളിക്കുന്നതിനിടയിൽ നമ്മളിങ്ങനെ ഇത് വീട്, ഞാനാണ് ഇവിടുത്തെ അച്ഛൻ, നീയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട്, ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ റോൾ ചെയ്യുമ്പോൾ ശരിക്കും ആരായിരിക്കും മൈൻഡിൽ വിചാരിക്കുക, സ്വന്തം അച്ഛനെ ആയിരിക്കും. അപ്പം എങ്ങനെയാണ്, സ്വന്തം അച്ഛനെ വിചാരിച്ച് അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നത് പോലെ ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, ആ ഗെയിം കളിക്കുമ്പോൾ കുട്ടിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാരണം കുട്ടി സ്വന്തം അച്ഛനെ ഡെയിലി കണ്ട് അച്ഛൻ എങ്ങനെ പെരുമാറുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, ഇന്റേണലൈസേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. കുട്ടി അത് ഇന്റേണലൈസ് ചെയ്യുന്നു. The number and nature of roles with which the growing child becomes familiar increases further when he plays with his siblings and other family members and goes to school. His role is identified by his nature and the extent of his participation in the family and the school. He comes across various practices and occupations of family and of others in the village and community. കുട്ടി ഇടപഴകുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കുട്ടിയുടെ ഈ അറിവുകളും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഓരോ കാര്യത്തിലെ ഇൻട്രസ്റ്റ്, അല്ലെ കുട്ടിക്ക് ഒരു കാര്യത്തിനെക്കുറിച്ച്, പലതരത്തിലുള്ള ജോലികളെക്കുറിച്ച് അറിയുന്നതിനെക്കുറിച്ച്, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനെക്കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. Due to his association with the occupation of his father, he learns about the different stages of that particular occupation. പക്ഷെ എപ്പോഴും കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജോലിനെ കുറിച്ചായിരിക്കും അല്ലേ? കാരണം ഡെയിലി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പം അച്ഛനൊരു ഡോക്ടറാണ്. അപ്പം ഒരു കുട്ടി വളർന്നു വരുമ്പം ആ കുട്ടിക്ക് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ജോലിനെ കുറിച്ച് അറിയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. കാരണം കാണുന്നുണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും, അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൻ്റെ കാര്യങ്ങളും, എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. He assists his father and aims to become an efficient and effective worker. He becomes a responsible member of the family, community, society, etc. and perform different roles expected of him at different levels and situations. അപ്പോൾ ഈ കുട്ടി വളർന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടി ഇങ്ങനെ ഓരോ റോളുകൾ മാറി മാറി കൈകാര്യം ചെയ്ത്, ഓരോ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് പല പല സ്റ്റേജിൽ കൂടെ കടന്നുപോയി ഫാമിലിക്കും സൊസൈറ്റിക്കും ഒക്കെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകും. ചൈൽഡ്ഹുഡ് സോഷ്യലൈസേഷൻ പ്ലേസ് എ പ്രൈം റോൾ. ഈ ചെറുപ്പകാലത്ത് സംഭവിക്കുന്ന സോഷ്യലൈസേഷനും ഇന്റേണലൈസേഷനും എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഫ് എ ചൈൽഡ് സോഷ്യലൈസസ് ഹി വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് റോൾസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം ആൻഡ് വിൽ ഓൾസോ ബി ഇൻസ്ട്രുമെൻ്റൽ ഇൻ പെർഫോമിംഗ് ദ എക്സ്പെക്റ്റഡ് റോൾസ്. അതായത് ആ കുട്ടി സോഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സോഷ്യലൈസേഷനും സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസും ഫാമിലിയുടെ ഒരു ഇൻഫ്ലുവൻസും ഒക്കെ ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ പോയാലും നല്ല രീതിയിൽ ജീവിക്കാനും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്തുണ്ടാവും? ആ കുട്ടിക്ക് ഉണ്ടാവും. ഇൻ ദ പ്രോസസ് ഓഫ് റോൾ ടേക്കിംഗ് ദ പേഴ്സൺ ഓവർ ടൈം എന്തുകൂടിയാണ് സംഭവിക്കുന്നത്?
ഈ കുട്ടി വലുതായി ഒരു ഓവർ ടൈം വളരുമ്പോഴത്തേക്ക് ആൾക്ക് ഞാൻ ആരാണ്, എന്താണ്, എനിക്ക് എങ്ങനെ റെസ്പെക്റ്റ് കിട്ടും, എല്ലായിടത്തും ഞാൻ എങ്ങനെ നിൽക്കണം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാവും. എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഞാൻ ആസ് എ ഫാമിലി മെമ്പർ ആരാണ്, ഈ സാധനങ്ങളും ഒക്കെ മനസ്സിലായി തുടങ്ങും. It is evident from above that socialization provides learning opportunities to young children, which helps them to identify their cultural and social roles and ways to perform these roles. The role performance by growing child reflects the human behavior in conformity to consonance with the approval norms of the group and society. ഒരു കുട്ടി നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ, സോഷ്യലൈസ് ചെയ്ത രീതി ശരിയാണ്, നന്നായി വന്നിട്ടുണ്ട്, ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന്. ദ ബേസ് പ്രിൻസിപ്പിൾ ഓഫ് റോൾ തിയറി ആർ, റോൾ തിയറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുട്ടി ഒരു റോളിൽ എങ്ങനെ പെർഫോം ചെയ്യണു, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു റോളിൽ എങ്ങനെ പെർഫോം ചെയ്യണു. ഒരു മനുഷ്യന് ഒത്തിരി റോൾ ഉണ്ടാവാം അല്ലേ, കാരണം എന്താ, അങ്ങനെയൊക്കെ ഒത്തിരി പൊസിഷൻസ് ഉണ്ടാവാം. പൊസിഷനും റോളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞത് ഓർക്കുന്നോ? അതായത് ഞാനൊരു മകളാണെന്നുള്ളത് എൻ്റെ ഒരു പൊസിഷനാണ്, ഭാര്യയാണെന്നുള്ളത് വേറൊരു പൊസിഷനാണ്, അമ്മയാണെന്നുള്ളത് വേറൊരു പൊസിഷനാണ്. ഈ റോളുകളിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് എൻ്റെ റോള്. പൊസിഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ റോള്. അപ്പം ഓരോ റോളിലും എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു, ഒരു മകൾ എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു, ഒരു പെങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റോൾ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഈ റോൾ തിയറിയിൽ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ റോൾ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് കൾച്ചർ. ഈ റോൾ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലേ. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പെങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, കുറേ കടമകൾ ഉണ്ടാവും. അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം. പൊസിഷൻ ആൻഡ് സ്റ്റാറ്റസ് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി, എനിക്ക് ഓരോന്നിനും ഓരോ സ്റ്റേറ്റസും പൊസിഷനും ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ഭാര്യ ആണെങ്കിൽ ഭർത്താവിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മകളാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും താഴെ ആയിരിക്കാം. അങ്ങനെ കുറേ പൊസിഷനും കാര്യങ്ങളും ഉണ്ടാവും. സെൽഫ് യൂണിറ്റ് ഓഫ് പേഴ്സണാലിറ്റി, അതായത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഞാൻ എന്താണ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ ബഹുമാനിക്കണം, ആ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി reciprocal action occurs between persons in terms of roles, and there is an interactions of role and self. Contemporary role theory regards human conduct as a product of interaction of role and self. എന്താണ്, നമ്മളെപ്പോഴും ഈ ഒരു പൊസിഷനിൽ നിന്ന് പെരുമാറുമ്പോൾ നമ്മുടെ സെൽഫും ആ റോളും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പം എന്താണ്, ഒരു നമ്മളൊരു മകൾ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം എൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റിക്ക് എനിക്ക് ഇഷ്ടമുള്ളാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഒരു മകൾ എന്നുള്ള രീതിയിൽ എൻ്റെ കടമയിൽ നിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ റോളും സെൽഫും തമ്മിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് സോഷ്യലൈസേഷൻ സ്ട്രെസ് കൺഫോമിറ്റി ടു It is true that socialization stresses conformity to certain norms of group, but with some flexibility and selectivity to avoid rigid uniformity of behavior. പക്ഷെ എന്താണ്, നമ്മളെപ്പോഴും ഒരേ നിയമങ്ങൾ പാലിക്കാൻ എല്ലാ കുട്ടികളെയും ഒരേ സൊസൈറ്റിയിൽ പഠിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും ഒരുപോലെ ആയിപ്പോയില്ലേ? അല്ലേ, നമ്മൾ കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും. നമ്മളിങ്ങനെ ഒരേ അച്ചി വാർത്തെടുത്ത പോലെ എല്ലാ പിള്ളേരും വരണമെന്നൊന്നുമല്ല പറയണത്. സൊസൈറ്റി ഇങ്ങനെ എന്താണ്, ബേസിക് ആയിട്ട് ആരും ഉപദ്രവിക്കാതെ അങ്ങ് ജീവിക്കുക. സൊസൈറ്റി പറയണ ആ സംസ്കാരത്തിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തങ്ങ് ജീവിക്കുക. ആ ഒരു സാധനം മാത്രമേ സൊസൈറ്റി പറയണുള്ളൂ. However, there are failures in socialization of persons whose behavior deviates from social norms. First, we need to note that social order is largely maintained by internalization of social norms and is transmitted from older generation to the newer by the learning process. അപ്പോൾ ഇതൊരു സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പഠിക്കുന്ന പ്രോസസ്സാണ്. കുറേ സാധനങ്ങൾ പഠിക്കുക, ജനിക്കുമ്പം തൊട്ട് നമ്മൾ പോലും അറിയാതെ പഠിക്കുക, നമ്മൾ പോലും അറിയാതെ ഇൻറ്റേർണലൈസ് ചെയ്യുക, നമ്മൾ പോലും അറിയാതെ തലമുറകൾ കൈമാറി അത് വരിക. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു പഠിത്തമാണ് ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ടാണ് ലേണിംഗ്, സോഷ്യലൈസേഷൻ ആസ് എ ലേണിംഗ് പ്രോസസ്സ് എന്ന് നമ്മൾ പറയണേ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരതായിരുന്നു അല്ലേ? അങ്ങനെ ഇങ്ങനെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, ഒരു കുട്ടി ജനിക്കുമ്പം തൊട്ട് ഇതൊക്കെ അറിഞ്ഞ് കണ്ട് പഠിച്ച് ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനും ഇടപഴകാനും പെരുമാറാനും പൂർണ്ണ പ്രാപ്തനായി മാറുന്നത്. ഇങ്ങനെ ഓരോ കുട്ടീനെയും ഈ പ്രോസസ്സിൽ കൂടെ കടത്തി വിടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, സൊസൈറ്റി വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും. ഓക്കെ അല്ലേ? ഇനി ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഉണ്ട്. ഇനി ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാണ്, ഒരു ഇൻഡിവിജ്വലിനെ ഒരു സൊസൈറ്റിയിൽ വളർത്തിക്കൊണ്ടുവരാണ്. ഇനി എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കുകയാണ്.
കുറേ ഏജൻസ് ഉണ്ട്, ഫാമിലി, നെയ്ബർഹുഡ്, പിയർ ഗ്രൂപ്പ്സ്, സ്കൂൾസ്, സൊസൈറ്റി എല്ലാം ഉണ്ട്. നമ്മൾ പഠിച്ച എലമെന്റ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, റോൾ എക്സ്പെക്ടേഷൻ, റോൾ പെർഫോമൻസ്, കൾച്ചർ, ഇതൊക്കെ കൂടി ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുകയാണ്. ഈ എൻ്റയർ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച എൻ്റയർ സാധനങ്ങളാണ് ഈ ഒരൊറ്റ ഫ്ലോ ചാർട്ടിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ബ്യൂട്ടിഫുള്ളും വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട്. എന്തൊക്കെ പഠിച്ചു? സോഷ്യലൈസേഷൻ പഠിച്ചു. സോഷ്യലൈസേഷൻ ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെ ഇന്റേണലൈസ് ചെയ്യുന്നു കാര്യങ്ങൾ, ആ സാധനങ്ങൾ പഠിച്ചു. ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ 5 എണ്ണം പഠിച്ചു. എലമെന്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ 4 എണ്ണം പഠിച്ചു. ഇതെല്ലാം കൂടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ഫോം ആവുന്നതും പഠിച്ചു. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ക്ലാസ് കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും കേട്ട് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്, സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ്റെ അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.